ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. നീ എന്ത് ചതി ചെയ്തിട്ടാ പ്രഭാവതി വിശാലിനെയും പാർവതിയെയും ഇവിടെ നിറക്കി വിട്ടതും പാർവതിയെ കൊണ്ട് വൈസ് ചെയർപേഴ്സന്റെ സ്ഥാനം രാജിവെപ്പിച്ചതും എന്നൊക്കെ ഗോപിനാഥ് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നും വിശാൽ ഇവിടുന്ന് പോയതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഞാനാണെന്നും പ്രഭാവതി പറയുന്നു. പ്രഭാവതി, നിന്റെ തന്ത്രങ്ങളൊന്നും എൻ്റെ അടുത്ത് വേണ്ടെന്ന് ഗോപി പറയുമ്പോൾ ഞാനാണിത് ചെയ്തതെന്ന് ഗോപിയേട്ടന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് പ്രഭാവതി ചോദിക്കുന്നു. എന്താണെങ്കിലും നീ ചെയ്തതത്ര നല്ല കാര്യമൊന്നുമല്ല, ഇതിന് നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളെന്ന് പറഞ്ഞ് ഗോപിനാഥ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും പാറുവിനെയുമാണ്. ഗായത്രിയുടെ ഫോട്ടോയും ഉദയനൂരമ്മയുടെ ഫോട്ടോയും തൂക്കിയിട്ടതിന് ശേഷം വിളക്ക് തെളിയിക്കുകയാണ് പാർവതി. താൻ കാരണമാണ് വിശാൽ സാറിന് ഇങ്ങനെ ഒരു ഗതി വന്നത്, അതിന് അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പൊട്ടിക്കരയുകയാണ് പാർവതി. തുടർന്ന് വിശാൽ പാറുവിനെ സമാധാനിപ്പിക്കുകയാണ്. എടോ, താൻ കാരണമൊന്നുമല്ല എനിക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്, ഞാൻ തന്നെ തിരഞ്ഞെടുത്തതാണിത്. ഇവിടെ ഇങ്ങനെയൊക്കെ കഴിയുന്നതിൽ എനിക്ക് യാതൊരുവിധ പ്രയാസവുമില്ല, മറിച്ച് സന്തോഷമേ ഉള്ളൂ. എന്നാലും സാറിന് ഇങ്ങനെ ഒരു ജീവിതാനുഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ. എടോ, താൻ വിഷമിക്കാതെ, ഇവിടുന്ന് നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ്. എടോ, നമ്മളൊരു ആവേശത്തിന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? ആഹാരത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? തുടർന്ന് പാർവതീനൂരമ്മയുടെ അടുത്ത് ചെന്ന് ആഹാരത്തിന് എന്ത് വഴി കാണുമെന്ന് ചോദിക്കുകയാണ്. അതേസമയം രണ്ടുപേര് വിശാലിനെയും പാറുവിനെയും പുറത്തുനിന്ന് വിളിക്കുകയാണ്. അവരങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫുകളുടെ ഭാര്യമാരാണ്. അന്ന് മേഡം വെച്ചു കൊടുത്ത ആഹാരത്തിൻ്റെ കാര്യം എൻ്റെ ഭർത്താവ് എപ്പോഴും വീട്ടിൽ വന്ന് പറയുമായിരുന്നു. എത്ര കഴിച്ചിട്ടും മതിയായില്ലെന്നാ പറഞ്ഞത്. ഇത് അതിൻ്റെ അത്രയുമൊന്നും ആകില്ല, പക്ഷേ അന്നേ മേഡത്തിനെ കാണുമ്പോൾ ഒരു നന്ദി പറയണമെന്ന് കരുതിയതാണ്. ഈ ആഹാരം ആ നന്ദിക്ക് പകരമായി കണക്കാക്കണമെന്ന് പറഞ്ഞ് പാറുവിനെ അവർ ആഹാരം ഏൽപ്പിക്കുന്നു. ഈ ആഹാരം തന്നതിന് വളരെ ഉപകാരമുണ്ടെന്ന് പാറു പറയുമ്പോൾ എന്നും ആഹാരം ഉണ്ടാക്കി തരുന്നതിന് ഞങ്ങൾക്ക് മടിയൊന്നുമില്ലെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് സന്തോഷത്തോടെ വിശാലിന് ആഹാരം വാരി കൊടുക്കുന്ന പാറുവിനെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പല്ലവിയുടെ ഫോണിലേക്ക് വിളിക്കുന്ന അംബികയാണ്. അമ്മ എവിടെയായിരുന്നു? 2 ദിവസമായി ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, കിട്ടുന്നില്ലായിരുന്നെന്ന് പല്ലവി പറയുന്നു. പിന്നെ അമ്മേ, ഒരു സന്തോഷ വാർത്തയുണ്ട്, എൻ്റെയും വിപിൻ സാറിൻ്റെയും ശാന്തി മുഹൂർത്തം കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് കഴിയുന്നത്. ഇത് കേൾക്കുന്ന അംബിക ഞെട്ടലോടെ നിൽക്കുകയാണ്. നീ പാർവതിക്ക് ഫോൺ കൊടുത്തേ. അതമ്മേ, പാർവതി ഇപ്പോൾ ഇവിടെ ഇല്ല. പിന്നമ്മേ, മറ്റൊരു കാര്യം കൂടി, ഞങ്ങളുടെ ശാന്തി മുഹൂർത്തത്തിൻ്റെ അന്ന് ഒരു പാമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വിനയ് ചേട്ടൻ അതിനെ അടിച്ച് കൊല്ലാൻ നോക്കി. പിന്നെ പാർവതിയാണ് മഞ്ഞളൊക്കെ പുരട്ടി അതിനെ ഇവിടുന്ന് പറഞ്ഞയച്ചത്. അല്ലമ്മേ, എനിക്കെന്തെങ്കിലും നാഗദോഷമുണ്ടോ? നാഗദോഷമുള്ളവരുടെ ശാന്തി മുഹൂർത്തം തടയാനായി പാമ്പ് വരുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് കേൾക്കുന്ന അംബിക ദേഷ്യത്തോടെ പറയുകയാണ്, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും നിന്റെ തലയിൽ കയറില്ലല്ലോ. നീ ഫോൺ പാർവതിക്ക് കൊടുത്തേ. അതമ്മേ, മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. പാർവതിയും വിശാൽ ചേട്ടനും ഇവിടുന്ന് ഇറങ്ങിപ്പോയി. തുടർന്ന് ഉണ്ടായ കാര്യങ്ങളെല്ലാം പല്ലവി അംബികയോട് പറയുകയാണ്. നീ ഒരാൾ കാരണമാ ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അംബിക കോള് കട്ട് ചെയ്യുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും പാറുവിനെയുമാണ്. സ്റ്റാഫുകളെല്ലാം ചേർന്ന് അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുകയാണ്. ഇത് കാണുന്ന വിശാൽ പറയുകയാണ്, എന്ത് സ്നേഹമുള്ളവരാ നമ്മുടെ തൊഴിലാളികളെല്ലാം. ആരുമില്ലാത്തവന് ദൈവമുണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാ അല്ലേ പാർവതി? അങ്ങനെ വിശാലും പാറുവും സാധനങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം കിടക്കുകയാണ്. പാറു ഉറങ്ങുന്നു. എന്നാൽ വിശാലിന് ഉറങ്ങാനേ സാധിക്കുന്നില്ല. എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന വിശാലിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.